തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ പുന്നപ്രയിലേക്ക് ഉള്ള യാത്ര ഈ വാഹനത്തിലായിരിക്കും. ഈ KSRTCയുടെ ഈ ലോ ഫ്ലോർ ബസ്സിലായിരിക്കും അദ്ദേഹം പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ KSRTC ജീവനക്കാരും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുകയാണ്. VSന്റെ ചിരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം അതിന്റെ മുന്നിലുണ്ട്. VSന് ഈ വാഹനത്തിലാണ് അന്ത്യയാത്ര. തലസ്ഥാനത്തെ 6 പതിറ്റാണ്ട് അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയായിരുന്ന തലസ്ഥാനത്ത് നിന്ന് VS മടങ്ങുന്നത് ഈ വാഹനത്തിലാണ്. ഈ വാഹനത്തിനും ഒരു കഥയുണ്ട് VSുമായി ബന്ധപ്പെട്ട. ഈ വാഹനത്തെ കാണുമ്പോഴും VSനെ പറ്റി ഓർക്കാൻ നമുക്ക് ഒരു കാര്യമുണ്ട്. അത് VS മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് 2008 മറ്റോ ഈ ജൻറം തിരുവനന്തപുരത്ത് സർവീസ് തുടങ്ങുന്നത്. ആ ജൻറം സർവീസിന്റെ ഉദ്ഘാടനം ചെയ്തത് VS അച്യുതാനന്ദനാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ പിൻവശത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് അന്ന് ഈ ജനറൽ ബസിന്റെ ആദ്യ യാത്ര തുടങ്ങിയത്. അന്ന് ഈ ബസ്സിൽ ഒരുപക്ഷെ ഈ ഭാഗത്ത് മുൻനിരയിൽ VS അച്യുതാനന്ദൻ ഏകദേശം ഈ സീറ്റ് അന്ന് ഇതേ രീതിയായിരുന്നില്ല ബസ്സിന്, ഇപ്പോൾ ചില മോഡിഫിക്കേഷൻ വരുത്തി. പക്ഷേ ഈ സീറ്റിൽ നിന്നാണ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആദ്യ യാത്ര ജനറൽ ബസിന്റെ ഉദ്ഘാടന യാത്ര നടത്തിയത്. അന്ന് ആ യാത്രയിൽ പങ്കാളിയാകാൻ എനിക്കും അവസരം കിട്ടിയിരുന്നു. അവിടെ നിന്നാണ് VS അച്യുതാനന്ദൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് കന്റോൺമെന്റ് ഹൌസ് വരെ VSും അന്ന് അദ്ദേഹത്തിന് മന്ത്രിമാരും ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു. അങ്ങനെ VS ഉദ്ഘാടനം ചെയ്ത ബസ്സിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര ഇവിടെ നിന്ന് പോകുന്നത്. വി ജോയ് CPM ജില്ലാ സെക്രട്ടറി MLA നമ്മോടൊപ്പം ചേരുന്നു. ജോയ്, ഞാൻ പറഞ്ഞു വന്നത് ഈ VS ആണ് ഈ ജനറൽ ബസിന്റെ ലോ ഫ്ലോർ ആദ്യം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഈ ബസ്സിൽ യാത്ര നടത്തിയിരുന്നു. ഇതെല്ലാം ഒരു നിമിത്തമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ബസ്സിനകത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് ഒരു നിമിത്തമാണ്. യഥാർത്ഥത്തിൽ ഈ നാടിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ ഒരിക്കലും പറ്റുന്നതല്ല. ഇന്നിപ്പോൾ ഇവിടെ നിന്നൊരു ഉച്ചയോടുകൂടി നമ്മൾ ആലപ്പുഴയിലേക്ക്, അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് വിലാപയാത്രയായിട്ട് പോകുന്നതും ഈ ബസ്സിലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2 മണിക്ക് തന്നെ പോകുമെന്നാണോ ഇപ്പോൾ തീരുമാനിച്ചത്? ഇപ്പോൾ നല്ല ക്യൂ ആണ്. രാവിലെ ഒരു മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്ന ജനത്തെ കാണിച്ചതിന് ശേഷം പുറപ്പെടാമെന്നുള്ള നിലയിലാണ് ആലോചിക്കുന്നത്. എന്നാലും ഉച്ചയെന്ന് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുകൾ കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി വൈകും. നമ്മൾ കഴിഞ്ഞിരുന്നില്ല അവിടെ ആ സമയത്തും അവസാനിപ്പിക്കുമ്പോൾ 10 മണിക്കോ 10:30 അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. 12:30 നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. വന്നവരെല്ലാം ഇന്നിപ്പോൾ രാവിലെ വരെയും വീട്ടിൽ കാണിച്ചു. അപ്പോൾ നോക്കാം, നമുക്ക് അതിന്റെ ഒരു രീതി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഈ ബസ്സിലെ നേതാക്കളൊക്കെ ഇതിലുണ്ടാവും. ആരൊക്കെയാണ് അങ്ങനെ ഒരു തീരുമാനമോ ക്രമീണമാണ്? പ്രധാനപ്പെട്ട നേതാക്കന്മാര് വണ്ടിയിലുണ്ടാവും. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും വാഹനത്തിലുണ്ടാവും. മുഖ്യമന്ത്രി ഇതിലാണോ അല്ലാതെ ആലപ്പുഴ വരികയാണ് ചെയ്യുന്നത്. അതാണ് ക്രമീകരണങ്ങൾ. ആ രീതിയിലാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് വർക്കല MLA ജോയിയാണ് ആ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഏതായാലും ഇവിടെയാണ്, ഈ ബസ്സിലാണ് VSന്റെ അന്ത്യയാത്ര. ഇവിടെയാണ് കേരളത്തിന്റെ ജനനായകൻ തിരുവനന്തപുരത്തിന്റെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിൽ നിന്നുള്ള യാത്ര പോകുന്നത്, അവസാന യാത്ര പോകുന്നത് ഈ വാഹനത്തിലാണ്. ഇവിടെയാണ് അദ്ദേഹത്തിനുള്ള ക്രമീകരണം കൊടുക്കുന്നതിന് എല്ലാ ക്രമീകരണം അവസാനവട്ട ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ VS ഉദ്ഘാടനം ചെയ്തതാണ് ഈ ലോ ഫ്ലോർ ബസ്. തലസ്ഥാനത്തിന് അന്ന് പരിചിതമല്ലാതിരുന്ന ലോ ഫ്ലോർ ബസിന്റെ ഉദ്ഘാടനം. ആദ്യമായി ലോ ഫ്ലോർ വരുമ്പോൾ VS അച്യുതാനന്ദനാണ് ആ ബസ് ഉദ്ഘാടനം ചെയ്തത്. അതിലെ ആദ്യ യാത്രക്കാരൻ VS ആണ്. അതിലെ മുൻ സീറ്റിലിരുന്നു കൊണ്ട് VS അന്ന് ഈ നഗരം ചുറ്റിക്കണ്ടു എന്ന് പറയാം. തിരുവനന്തപുരത്ത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് മാസ്കറ്റ് ഹോട്ടലിന്റെ അവിടെയാണ് VSന്റെ അവിടം വരെയാണ് ക്ലിഫ് ഹൗസിലേക്ക് പോകാൻ VS അവിടെയാണെന്ന് വാഹനത്തിൽ ബസ്സിൽ നിന്നിറങ്ങിയത്. അവിടം വരെ ആ യാത്ര ചെയ്ത VS ഇന്ന് ഒരു നിമിത്തം CPM ജില്ലാ സെക്രട്ടറി ഒരു നിമിത്തമാകാം ഒരുപക്ഷെ ആ VSന്റെ അന്ത്യയാത്രയും ഈ ബസ്സിൽ തന്നെയാകുന്നു. അത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ആരംഭിക്കാനാണ് ഇപ്പോൾ CPM നേതൃത്വവും സർക്കാരും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പുറത്തുള്ള ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടം പുറത്തിപ്പോഴും VSനെ കാണാൻ, VSന് അവസാന നോക്ക് കാണാൻ, അദ്ദേഹത്തിന് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഇപ്പോഴും ജനക്കൂട്ടം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ യാത്ര അല്പം വൈകിയേക്കും. ആ യാത്ര വൈകാൻ തന്നെയാണ് സാധ്യത. ഇന്നലെയുമൊക്കെ CPM നേതൃത്വത്തിന്റെയൊക്കെ പ്രതീക്ഷകൾ മറികടന്നുകൊണ്ടുള്ള ജനപങ്കാളിത്തം VSനെ കാണാനായി ഇവിടേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയും ഒരുപക്ഷെ വൈകിയേക്കാം. എങ്കിലും VS ഇവിടെ നിന്ന് തന്റെ കർമ്മഭൂമിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഇവിടെ നിന്ന് യാത്ര തുടങ്ങാനാണ് സാധ്യത.
King of Sinama!